My Greatest Olympic Prize by Jesse Owens. He was born in the year 1913 and died in the year 1980. He was an American track and field athlete and four-time gold medalist in the 1936 Olympic Games. He received many awards like Silver Olympic Order, APA Athlete of the Year, Congressional Gold Medal. My Greatest Olympic Prize by Jesse Owens is a heartfelt and inspirational autobiographical account of the 1936 Berlin Olympics, emphasizing the themes of sportsmanship, friendship, and the triumph of human values over prejudice. മൈ ഗ്രേറ്റസ്റ്റ് ഒളിമ്പിക് പ്രൈസ് എന്നത് ജെസ്സി ഓവൻസിൻ്റെ വളരെ ഹൃദയസ്പർശിയായ പ്രചോദനാത്മകമായ ആത്മകഥാംശമുള്ള ഒരു വിവരണമാണ്. അതും 1936 ബെർലിനിൽ വെച്ച് നടന്ന ഒളിമ്പിക് മത്സരത്തിൻ്റെ വളരെ സ്പോർട്സ്മാൻഷിപ്പിനെ കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും അതിൻ്റെ വിജയത്തെക്കുറിച്ചും മനുഷിക മൂല്യങ്ങളാണ് മുൻവിധികളേക്കാൾ മികച്ചു നിൽക്കേണ്ടത് എന്നും ഉള്ള ആശയങ്ങൾ പകർന്നു നൽകാൻ പോകുന്ന ഒരു നല്ല ലേഖനം. The chapter begins with Jesse Owens, an African American athlete, reflecting his determination to prove himself at the Berlin Olympics. നമ്മുടെ പാഠം തുടങ്ങുന്നത് തന്നെ ജെസ്സി ഓവൻസ് എന്ന ആഫ്രിക്കൻ അമേരിക്കൻ അത്ലറ്റിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയത്തെക്കുറിച്ചാണ്. ബെർലിൻ ഒളിമ്പിക്സിൽ തൻ്റെ നാടിൻ്റെ കഴിവ് തെളിയിക്കണം എന്ന് ദൃഢനിശ്ചയം ചെയ്ത ഒരു അത്ലറ്റ്. The event was heavily politicized, with Adolf Hitler using it as a platform to promote Nazi ideology and the supposed superiority of the Aryan race. ആ സംഭവം, ആ ഒളിമ്പിക് മത്സര ഇനങ്ങൾ പൊതുവെ കനത്ത തോതിൽ രാഷ്ട്രീയപരമായി പ്രാധാന്യമുള്ളതായിരുന്നു. പ്രത്യേകിച്ചും അഡോൾഫ് ഹിറ്റ്ലർ ആ വേദിയെ നാസി ഐഡിയോളജിയെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നു എന്ന ഒരാശയം എവിടെയും തങ്ങി നിന്നിരുന്നു. നാസികളുടെ ആര്യൻ സുപ്രീമസി എന്ന തിയറി അത് തീർച്ചയായും നാസി ഐഡിയോളജിയുടേതായിരുന്നു. മൈ ഗ്രേറ്റസ്റ്റ് ഒളിമ്പിക് പ്രൈസ്. Owens, who had already gained international fame for his athletic prowess, was aware of the racial prejudice and tension surrounding the event, but remained focused on his goal. ജെസ്സി ഓവൻസിന് അറിയാമായിരുന്നു, മുൻപേ തന്നെ അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ കായിക താരമാണ്. അദ്ദേഹം തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ്. ഈ വംശീയമായിട്ടുള്ള മുൻവിധികൾ വാസ്തവത്തിൽ ഈ മേഖലയിൽ നിലനിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പക്ഷേ തൻ്റെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധയൂന്നി പരിശീലനം നേടി. വിത്ത് ഓൺലി വൺ അറ്റംപ്റ്റ് ലെഫ്റ്റ് ടു ക്വാളിഫൈ ഫോർ ദ ഫൈനൽ റൗണ്ട്. പക്ഷേ ബെർലിൻ മത്സരത്തിൽ എത്തിയപ്പോൾ ട്രയൽസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ഇനി രണ്ട് ശ്രമങ്ങൾ അദ്ദേഹം ഫൗളായി പോവുകയും ഇനി ഒരു ശ്രമം മാത്രം ബാക്കി നിൽക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടം വന്നു. ഹി വാസ് വിത്ത് ഹിം ഓൺലി വൺ അറ്റംപ്റ്റ് ലെഫ്റ്റ് ടു ക്വാളിഫൈ ഫോർ ദ ഫൈനൽസ് റൗണ്ട്. ഫൈനൽ റൗണ്ടിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ ഇനി ഒരു പരിശ്രമമേ ബാക്കിയുള്ളൂ. അതിലും തെറ്റിപ്പോയാൽ അദ്ദേഹത്തിന് വെറും കൈയോടെ നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. അവൻസ് ഫെൽറ്റ് ഇമ്മൻസ് പ്രഷർ ആൻഡ് ബിഗാൻ ടു ഡൗട്ട് ഹിംസെൽഫ്. അവൻസിന് വലിയ മാനസിക സമ്മർദ്ദം തോന്നി. തനിക്ക് വിജയിക്കാൻ കഴിയുമോ എന്ന് സംശയിക്കാൻ തുടങ്ങി. ഇറ്റ് വാസ് at this moment that Laszlo, a German athlete and Owens' primary competitor, approached him. ഈ സന്ദർഭത്തിലാണ് ലസ്ലോങ് എന്ന പേരായ ഒരു ജർമ്മൻ അത്ലറ്റ് അവൻസിൻ്റെ മുഖ്യ എതിരാളി എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ അടുത്ത് സമീപിച്ചു. Despite being representative of the host nation, ആതിഥേയ രാജ്യത്തിൻ്റെ പ്രതിനിധിയായിരുന്നിട്ട് കൂടി, ആൻഡ് എ സപ്പോസ്ഡ് സിംബൽ ഓഫ് ആര്യൻ സുപ്രീമസി, ആര്യൻ മേധാവിത്വത്തിൻ്റെ പ്രതീകമായിരുന്നിട്ട് കൂടി, ലസ്ലോങ് ഓഫേർഡ് അവൻസ് അഡ്വൈസ് ആൻഡ് എൻകറേജ്മെൻറ്റ്. ലസ്ലോങ് ജെസ്സി അവൻസിന് ഉപദേശം നൽകി, പ്രോത്സാഹനം നൽകി. He suggested that Owens should mark a spot a few inches behind the take-off board. ചാടാൻ തുടങ്ങുന്ന ആ ടേക്ക് ഓഫ് ബോർഡിൻ്റെ മുൻപായി ഏതാനും ഇഞ്ച് പിറകിലായി ഒരു അടയാളം ജെസ്സി ഓവൻസ് കാണണം എന്ന് അദ്ദേഹം ഉപദേശിച്ചു.
ടു എൻഷർ എ സേഫ് ജംപ്. അങ്ങനെയാണെങ്കിൽ ആ മുൻപേ കാണുന്ന അടയാളത്തെ മാതൃകയാക്കി ചാടിയാൽ സുരക്ഷിതമായി ആ ലൈനിൽ ടച്ച് ചെയ്യാതെ തന്നെ, അല്ലെങ്കിൽ ലൈനിനപ്പുറം കടന്നു പോകാതെ തന്നെ മുൻപേ ചാടിത്തുടങ്ങാൻ സാധിക്കും എന്ന് അദ്ദേഹം ഉപദേശിച്ചു. എന്തായാലും അവൻസ് ഇനീഷ്യലി സർപ്രൈസ്ഡ് ബൈ ലോങ്സ് സ്പോർട്സ്മാൻഷിപ്പ്. ഇങ്ങനെ തൻ്റെ എതിരാളിക്ക് ആണെങ്കിൽ കൂടി ഒരു ഉപദേശം പറഞ്ഞു കൊടുത്തുകൊണ്ട് നല്ല മാനുഷിക മൂല്യത്തിൻ്റെ ഒരു വക്താവായി മാറാൻ ലെസ്ലോങ്ങിന് കഴിഞ്ഞു. ജെസ്സി ഓവൻസ് തീർച്ചയായും ലെസ്ലോങ്ങിൻ്റെ ഈ സ്പോർട്സ്മാൻഷിപ്പ് കണ്ട് അതിശയിച്ചു എന്ന് പറയാം. ആൻഡ് സക്സസ്ഫുള്ളി ക്വാളിഫൈഡ് ഫോർ ദ ഫൈനൽസ്. ഒരുപക്ഷെ ആ ലെസ്ലോങ്ങിൻ്റെ ഉപദേശത്തോടു കൂടിയായിരിക്കാം ജെസ്സി ഓവൻസ് താൻ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തു എന്ന കാര്യം അറിയുന്നത്. ഇൻ ദ ഫൈനൽ റൗണ്ട് അവൻസ് ഗേവ് ഹിസ് ബെസ്റ്റ് പെർഫോമൻസ്. അവസാന റൗണ്ടിൽ അവൻസ് തൻ്റെ ഏറ്റവും നല്ല പ്രകടനം പുറത്തെടുത്തു. സെറ്റിംഗ് ആൻ ഒളിമ്പിക് റെക്കോർഡ് ആൻഡ് വിന്നിംഗ് ദ ഗോൾഡ് മെഡൽ. ഒരു ഒളിമ്പിക് റെക്കോർഡ് അദ്ദേഹം കരസ്ഥമാക്കി, അങ്ങനെ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി. ലോങ് കെയിം ഇൻ സെക്കൻഡ് ബട്ട് റാദർ ദാൻ ഫീലിംഗ് ഡിഫീറ്റഡ്. പക്ഷേ ലോങ് ഫസ്റ്റ് അല്ല, സെക്കൻഡായി. പക്ഷേ പരാജയപ്പെട്ടു, തോൽപ്പിക്കപ്പെട്ടു എന്ന് ഒരു കുറ്റബോധമല്ല. ഹി വാസ് ദ ഫസ്റ്റ് ടു കൺഗ്രാജുലേറ്റ് അവൻസ്. ജെസ്സി അവൻസിനെ ഓടി വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്ത ആദ്യത്തെ വ്യക്തി ലെസ്ലോങ് ആയിരുന്നു. ഡിസ്പ്ലേയിങ് ജെനുവിൻ ജോയ് ഫോർ ഹിസ് സക്സസ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ വളരെ ആത്മാർത്ഥമായ സന്തോഷം ലെസ്ലോങ്ങിന് ഉള്ളതായിട്ട് അദ്ദേഹം പ്രദർശിപ്പിച്ചു. ദ ടു അത്ലറ്റ്സ് വർക്ക്ഡ് ആം ഇൻ ആം അക്രോസ് ദ ഫീൽഡ്. അങ്ങനെ ഈ രണ്ട് അത്ലറ്റുകളും കളിക്കളത്തിൽ തോളോട് തോൾ ചേർന്ന് പൊരുതി അല്ലെങ്കിൽ പ്രവർത്തിച്ചു, അല്ലെങ്കിൽ തോളോട് തോൾ ചേർന്ന് നടന്നു. ഡിഫൈങ് ദ റേഷ്യൽ ഐഡിയോളജീസ് ആൻഡ് പ്രിജുഡിസസ്. അതെ, വംശീയമായ ആദർശങ്ങളെയും മുൻവിധികളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ദറ്റ് പെർമിയേറ്റഡ് ദ ഇവന്റ്. ആ ഒളിമ്പിക് മത്സരങ്ങളെ ഉടനീളം ആധിപത്യം പുലർത്തിയ ആ വംശീയ ആശയങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട്, മുൻവിധികളെ തള്ളിക്കളഞ്ഞുകൊണ്ട്. ലോങ്സ് ആക്ഷൻസ് റിഫ്ലക്റ്റ് ദ ട്രൂ സ്പിരിറ്റ് ഓഫ് സ്പോർട്സ്മാൻഷിപ്പ്. ലെസ്ലോങ്ങിൻ്റെ പ്രവർത്തനങ്ങൾ വാസ്തവത്തിൽ സ്പോർട്സ്മാൻഷിപ്പ് സ്പിരിറ്റിൻ്റെ യഥാർത്ഥ പ്രതിഫലനമായിരുന്നു, അല്ലെങ്കിൽ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊണ്ട പ്രതിഫലനങ്ങളായിരുന്നു എന്ന് പറയാം. പ്രയോറിറ്റൈസിങ് ഹ്യൂമൻ കണക്ഷൻ ഓവർ നാഷണലിസ്റ്റിക് ഓർ റേഷ്യൽ ഡിവൈഡ്സ്. വംശീയമോ ദേശീയമോ ആയ വിഭജനത്തിനപ്പുറത്തേക്ക് മാനുഷിക ബന്ധങ്ങളെ, മാനുഷിക മൂല്യങ്ങളെ ഉയർത്തി കാണിക്കുകയോ അതിന് മുൻഗണന നൽകുകയോ ചെയ്തു. ട്രാജിക്കലി ലോങ് ലേറ്റർ ഡൈഡ് ഡ്യൂറിങ് വേൾഡ് വാർ II. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ലെസ്ലോങ് കൊല്ലപ്പെട്ടു. ബട്ട് ഹിസ് മെമ്മറി റിമൈൻഡ് എ സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഫോർ അവൻസ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ജെസ്സി ഓവൻസിനെ സംബന്ധിച്ച് ഒരു പ്രചോദനത്തിൻ്റെ ഒരു ഉറവിടമായി ഇന്നും നിലകൊള്ളുന്നു. നമ്മുടെ പാഠത്തിൻ്റെ സമറിയിലേക്ക്. ജെസ്സി ഓവൻസ് went to Berlin in 1936 as an athlete to try his chance to win a gold medal in broad jump. ബ്രോഡ് ജമ്പിൽ സ്വർണ്ണ മെഡൽ നേടണം എന്ന ദൃഢനിശ്ചയത്തോടെ 1936 ബെർലിനിൽ വെച്ച്, ജർമ്മനിയിലെ ബെർലിനിൽ വെച്ച് നടന്ന ഒളിമ്പിക് മത്സരത്തിൽ പങ്കെടുക്കാനായി അദ്ദേഹം പോയി. ഹിറ്റ്ലർ വാസ് റൂളിംഗ് ഓവർ ജർമ്മനി. അന്ന് ഹിറ്റ്ലർ ആയിരുന്നു ജർമ്മനിയുടെ ഭരണാധികാരി. ആൻഡ് ഹിസ് തിയറി ഓഫ് റേഷ്യൽ സുപ്പീരിയോറിറ്റി ഹാഡ് ടു ബി പ്രൂവ്ഡ് ഇൻ ദ ഗെയിംസ്. അന്ന് ഹിറ്റ്ലറുടെ വംശീയമായ ആ മേധാവിത്വം എന്ന സിദ്ധാന്തം തെളിയിക്കപ്പെടണമായിരുന്നു. പ്രൂവ്ഡ് ഇൻ ദ ഗെയിംസ്, ആ കളിക്കളത്തിലുടനീളം. ഓവൻസ് വാസ് നോട്ട് worried about the master race theory. പക്ഷേ ഈ മാസ്റ്റർ റേസ് ആണ് ആര്യൻസ് എന്ന തിയറി, അതൊന്നും കണ്ട് അവൻസ് പേടിച്ചില്ല. പക്ഷേ for he had already set the world record in broad jump, 26 feet 8 and a quarter inches. 26 അടി 8.25 ഇഞ്ച് എന്ന ലോക റെക്കോർഡ് ഇതിനു മുൻപേ തന്നെ അദ്ദേഹം നേടിക്കഴിഞ്ഞിരുന്നു. എ ടാൾ ജർമ്മൻ ബോയ് വാസ് സീൻ ഇൻ പ്രാക്ടീസ്. അപ്പോഴാണ് ജെസ്സി ഓവൻസ് ഒരു കാര്യം കണ്ടത്. വളരെ പൊക്കം കൂടിയ ഒരു ജർമ്മൻകാരനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പരിശീലനം നടത്തുന്നു. ഹി വാസ് ലെസ്ലോങ്, ഇൻ ഹൂം ഹിറ്റ്ലർ പ്രപ്പോസ്ഡ് ടു പ്രൂവ് ഹിസ് തിയറി. അതെ, ലെസ്ലോങ് എന്നാണ് അയാളുടെ പേര്. അയാളെ കൊണ്ടാണ് തൻ്റെ തിയറി തെളിയിക്കാൻ വേണ്ടി ഇതാ ഹിറ്റ്ലർ തയ്യാറാകുന്നത് എന്ന് ജെസ്സി ഓവൻസിന് മനസ്സിലായി. ഹി വാസ് ഹിറ്റിംഗ് ദ പിറ്റ് അറ്റ് 26 feet. അനായാസം 26 അടി അദ്ദേഹത്തിന് ചാടിക്കടന്ന് എത്താനായിട്ട് കഴിയുന്നു എന്നത് ജെസ്സി ഓവൻസ് മനസ്സിലാക്കി. സംതിങ് ഹാപ്പൻ ടു ഓവൻസ് കോൺഫിഡൻസ്. പെട്ടെന്ന്
ജെസ്സി ഓവൻസിന്റെ ആത്മവിശ്വാസത്തിന് എന്തോ ഒരു ഇടിവ് പറ്റി. ഹി ജംപ്ഡ് ഫൗൾ അറ്റ് ദ ടെസ്റ്റ് മാച്ച്. ട്രയൽസിൽ അഥവാ ടെസ്റ്റ് മാച്ചിൽ ജെസ്സി ഓവൻസ് ആദ്യം തന്നെ ഫൗളായി. ഹി മെയ്ഡ് ഹിസ് ലീപ്പ് ഫ്രം സെവറൽ ഇഞ്ചസ് ബിയോണ്ട് ദ ടേക്ക് ഓഫ് ബോർഡ്. ടേക്ക് ഓഫ് ബോർഡിന്റെ ഒത്തിരി ഇഞ്ച് പിറകിലായിട്ട് അദ്ദേഹം വീണ്ടും കുതിച്ചു ചാടി. ലെസ്ലോങ് കെയിം ടു ഹിം ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ്. ലെസ്ലോങ് അതായത് ടേക്ക് ഓഫ് ബോർഡിന് കടന്ന് ആണ് അദ്ദേഹം ചാടിയത്. ടേക്ക് ഓഫ് ബോർഡിന്റെ ലൈനിൽ ടച്ച് ചെയ്യുകയോ ടേക്ക് ഓഫ് ബോർഡിനും അപ്പുറത്തേക്ക് തൊട്ട് ചാടുകയോ ചെയ്താൽ തീർച്ചയായും ഫൗളാകുമായിരുന്നു. ലെസ്ലോങ് കെയിം ടു ഹിം ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഹിംസെൽഫ്. ലെസ്ലോങ് ആ സന്ദർഭത്തിൽ ജെസ്സി ഓവൻസിന് അടുത്ത് വന്ന് സ്വയം പരിചയപ്പെടുത്തി. ഇൻ എ ഫ്രണ്ട്ലി വേ ഹി ആസ്ക്ഡ് ഓവൻസ് വാട്ട് വാസ് ട്രബ്ലിംഗ് ഹിം. സൗഹൃദത്തോട് ചോദിച്ചു, എന്താണ് താങ്കളെ അലോസരപ്പെടുത്തുന്നത്. ആൻഡ് ടോൾഡ് ഹിം ടു മേക്ക് ഹിസ് ടേക്ക് ഓഫ് ഫ്രം എ ഫ്യൂ ഇഞ്ചസ് ബിഹൈൻഡ് ദ ബോർഡ്. ബോർഡിന്റെ പിറകിലായി ഏതാനും ഇഞ്ച് മാറിയിട്ട് ഒരു അടയാളം കണ്ടിട്ട് അവിടെ നിന്ന് നിങ്ങൾ ചാടൂ, അപ്പോൾ പിന്നെ ഫൗൾ ആവുകയില്ല. ഇതായിരുന്നു ലെസ്ലോങ് ജെസ്സി ഓവൻസിന് നൽകിയ ഉപദേശം. ദർ വാസ് നോ നാസി നോൺസെൻസ് അബൌട്ട് ഹിം. നാസികൾ പറയുന്ന അബദ്ധങ്ങളൊന്നും പറയുന്ന ചിന്താഗതിക്കാരനല്ലായിരുന്നു ലെസ്ലോങ്. ഹി ഹാഡ് നോ സുപ്പീരിയോറിറ്റി ഫീലിംഗ്. ഞാൻ ഒരു മേധാവിയാണെന്ന ചിന്തയും അയാൾക്കുണ്ടായിരുന്നില്ല. ദീസ് നൈസ് വേർഡ്സ് പുട്ട് കോൺഫിഡൻസ് ഇൻ ഓവൻസ്. ഈ മനോഹരമായ വാക്കുകൾ ജെസ്സി ഓവൻസിന്റെ മനസ്സിൽ ആത്മവിശ്വാസം നിറച്ചു. ആൻഡ് ഹി ഗോട്ട് ക്വാളിഫൈഡ് ഫോർ ദ ഫൈനൽ ഇൻ ഹിസ് നെക്സ്റ്റ് ട്രയൽ ജമ്പ്. അടുത്ത ട്രയൽ ജമ്പിൽ ഫൈനൽസിൽ അദ്ദേഹത്തിന് ക്വാളിഫൈ ചെയ്യാനായി. ദേ ബിക്കെയിം ഫ്രണ്ട്സ്, അവർ സുഹൃത്തുക്കളായി. ആൻഡ് ടോക്ട് ഫോർ ഓൾമോസ്റ്റ് 2 hours ഇൻ ലെസ്ലോങ്സ് ക്വാർട്ടേഴ്സ് ഇൻ ദ ഒളിമ്പിക് വില്ലേജ്. ഒളിമ്പിക് വില്ലേജിൽ ലെസ്ലോങ്ങിന്റെ ക്വാർട്ടേഴ്സിൽ 2 മണിക്കൂറോളം അവർ ഇരുന്ന് സംസാരിക്കുകയും ചെയ്തു. ബാക്ക്ഡ് ബൈ എ ന്യൂ കോൺഫിഡൻസ്, ഓവൻസ് മെയ്ഡ് ഹിസ് പീക്ക് പെർഫോമൻസ് ഇൻ ദ ഫൈനൽസ്. അങ്ങനെ ഒരു പുതിയ ആത്മവിശ്വാസത്തോടെ ജെസ്സി ഓവൻസ് തൻ്റെ ഏറ്റവും ഉയർന്ന പ്രകടനം തന്നെ ഫൈനൽസിൽ കാഴ്ചവെച്ചു. ഹി സെറ്റ് ദ ഒളിമ്പിക് റെക്കോർഡ് അറ്റ് 26 feet 5 and 5/16 inches. ഇതാണ് അദ്ദേഹത്തിൻ്റെ അന്നത്തെ സ്കോർ ബോർഡ്. 26 അടി 5 ഇഞ്ച് 5.4 അല്ലെങ്കിൽ 5/16 inches. ലെസ്ലോങ്, who lost the game, came to congratulate him. ലെസ്ലോങ് ഗെയിമിൽ പരാജിതനായി, എങ്കിലും അദ്ദേഹം പ്രശംസിക്കാനായി എത്തിച്ചേർന്നു. ഇൻ ദ വെരി സൈറ്റ് ഓഫ് ഹിറ്റ്ലർ. ഹിറ്റ്ലറുടെ കൺമുന്നിൽ വെച്ച് തന്നെ. ലെസ്ലോങ് എക്സിബിറ്റഡ് ദ സ്പിരിറ്റ് ഓഫ് ദ ഗെയിം. ലെസ്ലോങ് ഈ ഗെയിമിന്റെ സ്പിരിറ്റ് പ്രദർശിപ്പിച്ചയാളാണ്. ദറ്റ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ഈസ് നോട്ട് വിന്നിങ് ബട്ട് ടേക്കിംഗ് പാർട്ട്. അതായത് പ്രധാനപ്പെട്ട കാര്യം ജയിക്കലല്ല, പിന്നെയോ പങ്കെടുക്കലാണ്. 1910 ബെർലിനിൽ നടന്ന ഒളിമ്പിക് മത്സരത്തിൽ ഹിറ്റ്ലറുടെ വംശീയ മേധാവിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് കറുത്തവർഗത്തിന്റെ ശക്തി തെളിയിച്ച് ജെസ്സി ഓവൻസ് ബ്രോഡ് ജമ്പിൽ റെക്കോർഡ് സ്ഥാപിച്ചു. 6 വർഷത്തെ പരിശ്രമം കൊണ്ട് ഒളിമ്പിക് ചാമ്പ്യനാകാനുള്ള കഴിവ് സമ്പാദിച്ച ഓവൻസ് തീർച്ചയായും സ്വർണ്ണ മെഡൽ നേടും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ ഓവൻസ് സ്റ്റാർട്ടിംഗ് പോയിന്റിന് മുമ്പിൽ നിന്നും ചാടിയത് മൂലം ഫൗളായിരുന്നു. ഓവൻസിന്റെ കഴിവുകൾ മനസ്സിലാക്കിയ ലെസ്ലോങ് അയാളെ പരിചയപ്പെട്ടു. ഹിറ്റ്ലറുടെ വംശീയ ഭ്രാന്ത് അയാൾക്കില്ലായിരുന്നു. ഭയപ്പെടാതെ സ്റ്റാർട്ടിംഗ് പോയിന്റിന്റെ തൊട്ടടുത്ത് നിന്ന് ചാടിയാൽ വിജയിക്കാം എന്ന് അയാൾ ഉപദേശിച്ചു. പുതിയ ഉൾക്കരുത്തോടെ ഓവൻസ് അടുത്ത ചാട്ടത്തിൽ ഫൈനലിൽ പ്രവേശിക്കാനുള്ള യോഗ്യതയും നേടി. ലെസ്ലോങ്ങിന്റെ മുറിയിൽ രണ്ടാളും കൂടി കുറേ സമയം സംസാരിച്ചിരുന്നു. അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളായി മാറി. ഫൈനൽ ഗെയിമിൽ ലാങ്ങിനെ പരാജയപ്പെടുത്തി ബ്രോഡ് ജമ്പിൽ പുതിയ റെക്കോർഡ് സ്ഥാപിക്കാൻ ജെസ്സി ഓവൻസിന് സാധിച്ചു. അതായത് 26 മീറ്റർ 5.5/16 എന്ന കണക്ക്. ഹിറ്റ്ലറുടെ കൺമുന്നിൽ ലെസ്ലോങ് ജെസ്സി ഓവൻസിന് അഭിനന്ദനം നൽകി. വിജയത്തെക്കാൾ പ്രധാനം പങ്കെടുക്കുന്നതും കഴിവുകൾ പരീക്ഷിക്കുന്നതുമാണ് എന്ന് ലെസ്ലോങ് തെളിയിച്ചു. ചോദ്യം: ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ 1 or 2 sentences. താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് 1-2 വാചകങ്ങളിൽ ഉത്തരവെഴുതുക. What was the advice given by Leslong to Owens when he failed in the trials? ട്രയൽസിൽ പരാജയപ്പെട്ടപ്പോൾ ലെസ്ലോങ് ജെസ്സി ഓവൻസിന് എന്ത് ഉപദേശമാണ് നൽകിയത്? Leslong asked Owens to make his jump a few inches from behind the take-off board. Take-off ബോർഡിന്റെ ഏതാനും ഇഞ്ച് പിറകിൽ നിന്നുകൊണ്ട് ചാട്ടം ആരംഭിക്കണം എന്ന ഉപദേശം. And he was sure to qualify. തീർച്ചയായും ക്വാളിഫൈ ചെയ്യും എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. ദ ട്രയൽ ജമ്പ് ഡിഡ് നോട്ട് മാറ്റർ. ട്രയൽ ജമ്പ് പ്രശ്നമാക്കണ്ട. ദ ഫൈനൽ ഗെയിം വാസ് ദ പോയിന്റ്. നമുക്ക് ഫൈനൽ ജമ്പിലല്ലേ പ്രധാനമായും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ഉപദേശിച്ചു. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം: ആൻ ആംഗ്രി അത്ലറ്റ് ഈസ് ആൻ അത്ലറ്റ് ഹു വിൽ മേക്ക് മിസ്റ്റേക്സ്.
ദേഷ്യപ്പെട്ട താരം എപ്പോഴും തെറ്റുകൾ വരുത്തും. വാട്ട് വാസ് അവൻസ് റികളക്ട് ദ വേർഡ്സ് ഓഫ് ദ കോച്ച്? എന്താണ് വാട്ട് മെയ്ഡ് അവൻസ് റികളക്ട് ദ വേർഡ്സ് ഓഫ് ദ കോച്ച്? തൻ്റെ പരിശീലകൻ പഠിപ്പിച്ച ഈ വാചകം ജെസ്സി ഓവൻസിന് ഓർത്തെടുക്കാൻ അവസരമുണ്ടാക്കിയത്.